ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവത്തിനാണ് ഇന്ന് സുപ്രീം കോടതി സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ അതിക്രമ ശ്രമം നടന്നു. കോടതി മുറിയിൽ വെച്ച് ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന് നേരെ ഷൂ എറിയാൻ ശ്രമം നടത്തി. അവധിക്കാലത്തിന് ശേഷം കോടതി നടപടികൾ പുനരാരംഭിച്ച ആദ്യ ദിവസം സുപ്രീം കോടതിയുടെ 1-ാം നമ്പർ മുറിയിൽ വെച്ച് ഈ നാടകീയ സംഭവം അരങ്ങേറിയത്. സനാതന ധർമ്മത്തെ അപമാനിക്കുന്നത് ഇന്ത്യ സഹിക്കില്ല എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിന് നേരെ അതിക്രമത്തിന് ശ്രമിച്ചത്. ചില മത തീവ്രവാദികളുടെ കളിയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. കോടതിയുടെ സ്വാതന്ത്ര്യത്തെയും നിയമത്തെയും ചോദ്യം ചെയ്യുന്ന ഈ പ്രവണത മതവികാരം ഇളക്കിവിടാൻ ശ്രമിക്കുന്നവരുടെ രീതിയാണ്. കോടതിയെ ഭീഷണിപ്പെടുത്താനുള്ള ഈ ശ്രമം വളരെ ഗൗരവമുള്ളതാണ്. എന്നാൽ ഈ സാഹചര്യത്തിലും ഗവായി ഒട്ടും പതറാതെ നിന്നു. ഈ ആക്രമണ ശ്രമത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട്. മധ്യപ്രദേശിലെ ഒരു വിഗ്രഹം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശമാണ് പ്രശ്നമായത്. പോയി ദൈവത്തോട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറയൂ എന്ന് ഹർജി തള്ളിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് കരുതപ്പെടുന്നു. ഒരു നിയമപരമായ കേസിൽ കോടതി നടത്തിയ നിരീക്ഷണത്തെ വളച്ചൊടിച്ച് മതവികാരം ഇളക്കിവിടാനാണ് ചിലർ ശ്രമിച്ചത്. ഈ പരാമർശത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വലിയ ഭീഷണികളും ഉയർന്നിരുന്നു. താൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് പിന്നീട് തുറന്ന കോടതിയിൽ വ്യക്തമാക്കിയെങ്കിലും തീവ്ര മതശക്തികൾ അത് ചെവിക്കൊണ്ടില്ല. നിയമപരമായ വിഷയങ്ങളെ മതത്തിന്റെ പേരിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവണതയെ ശക്തമായി നേരിടേണ്ടതുണ്ട്. ഭരണഘടനയെയും നിയമത്തെയും വെല്ലുവിളിച്ചവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകണം.